സ്നേഹിക്കുന്നവരേക്കാൾ നമ്മുടെ മനസ്സിനിഷ്ടം വേദനിപ്പിച്ച് കടന്നുപോയവരെയാണെന്ന് പലപ്പോഴും തോന്നും. അതുകൊണ്ടാവും സ്നേഹിക്കുന്നവർ തരുന്ന സന്തോഷം എളുപ്പം മറക്കുന്നതും വേദനിപ്പിച്ചവർ തന്നുപോയ ഓർമ്മകൾ ഇപ്പോഴും മായാതെ നിൽക്കുന്നതും. പ്രകടിപ്പിക്കാൻ ആവാത്ത സ്നേഹം പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണയശേഖരം പോലെയാണ് ഉപയോഗശൂന്യം. എപ്പോഴും നല്ലത് മാത്രം സംഭവിക്കുന്നില്ല. എന്നാൽ സംഭവിച്ചത് എന്തുതന്നെയായാലും അതാണ് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുക. വേദനകൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റുന്നു. എല്ലാവർക്കും ഒരു കഥയുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ആയിരിക്കുന്നതിന് ഒരു കാരണവുമുണ്ട്. ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. എപ്പോഴും കൊടുക്കുന്നവരും എപ്പോഴും വാങ്ങുന്നവരും. വാങ്ങുന്നവർക്ക് നന്നായി കഴിക്കാൻ സാധിക്കും. എന്നാൽ കൊടുക്കുന്നവർക്ക് നന്നായി ഉറങ്ങാനും. വിട്ടുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ബന്ധങ്ങൾക്ക് പഴയ പോലുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. മനോഹരമായ ഒരു ഹൃദയം 1000 മനോഹരമായ മുഖങ്ങളേക്കാൾ മികച്ചതാണ്. അതിനാൽ മുഖങ്ങളേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. പിന്നിലേക്ക് നോക്കിയാൽ എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോവുകയേ ഉള്ളൂ. മുന്നിലേക്ക് നോക്കൂ, എല്ലാം നമ്മളെ തേടി വരും. ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിന് ഒരു വിലയും ഉണ്ടാവില്ല. നമ്മളെ മാറ്റി നിർത്തുന്നവർക്കാണ് ഒരുപാട് കാരണങ്ങൾ വേണ്ടത്. നമുക്ക് മാറി നിൽക്കാൻ ഒരൊറ്റ കാരണം മാത്രം മതി. അവർക്ക് നമ്മളെ വേണ്ട എന്ന ഒരൊറ്റ കാരണം. എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. വെളിച്ചത്തിലൂടെ നടന്നാലും ചിലപ്പോൾ വഴി തെറ്റിയേക്കാം. വീണുപോയി എന്നും വരാം. ഓരോ വഴിതെറ്റലും ഓരോ വീഴ്ചയും നമ്മളെ കൂടുതൽ വിവേകിയും ബുദ്ധിശാലിയും തിരിച്ചറിവുള്ളവരുമാക്കുന്നു. തെറ്റിച്ചുകൊണ്ടല്ലാതെ ഒന്നും പഠിക്കാനാവില്ല. നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കണം. എല്ലാത്തിനും വിദഗ്ധരായി ആരും തന്നെയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരാണ് എന്നത് തീർച്ചയായ കാര്യമാണ്. ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് എന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പോൾ ഈ നിമിഷം മാത്രമാണ് ജീവിതമെന്ന് തിരിച്ചറിയുക. മിക്ക കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഭയപ്പെടുന്ന സ്വഭാവം ഒഴിവാക്കുക. ഭയം നിങ്ങളുടെ മുന്നോട്ടുള്ള ഏതൊരു പാതയിലും തടസ്സം സൃഷ്ടിക്കും. സമ്പത്ത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം. അതിനാൽ ആരോഗ്യ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തിപരമായതിനാൽ എപ്പോഴും സ്വന്തം വഴികളിലൂടെ മാത്രം നടക്കാൻ ശ്രമിക്കുക. എന്നും നിങ്ങൾ ഇങ്ങനെ ചെറുപ്പമായി ഉണ്ടാവില്ല എന്ന് എപ്പോഴും ഓർക്കുക. എപ്പോഴും നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ആവശ്യമുള്ളിടത്ത് ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുക. നിങ്ങളുടെ ആവേശങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള പക്വത നേടാൻ ശ്രമിക്കുക. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കോ നിങ്ങളെയോ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ ആ ജീവിതം അർത്ഥശൂന്യമാണ്. സകലരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ആർക്കും സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്ക് സ്വയം തൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നത് സാധ്യമായ കാര്യവുമാണ്. മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും അതിന് വഴിവെക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കുക. അത് പക്വതയുടെ അടയാളമാണ്. സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കയ്യിലെ പാവ ആയിരിക്കും. ഓരോ വേദനയും ഓരോ പാഠം നൽകുന്നു. ഓരോ പാഠവും ഓരോ വ്യക്തിയെ മാറ്റുന്നു. അഭിനയിക്കാതെ ജീവിക്കുക. ആശ്രയിക്കാതെ സ്നേഹിക്കുക. അപമാനിക്കാതെ സംസാരിക്കുക. നമ്മൾ പറയുന്നത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും സാധിക്കൂ. അല്ലാത്തവർക്ക് നമ്മൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാം തെറ്റുകളായിരിക്കും. തളർന്നു പോകുന്നുണ്ട്, പക്ഷെ തളരില്ല. ഈ ഇരുട്ടിൻ്റെ പിന്നിൽ ഒരു വെളിച്ചം ഉണ്ടെന്ന പ്രതീക്ഷയാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴിയേകുന്നത്. താങ്ങി നിർത്താൻ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ ഉറുമ്പ് കടിച്ചാലും നിലവിളിക്കും. അതേസമയം നമുക്ക് നമ്മളേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ഭൂമി കുലുങ്ങിയാലും കുലുക്കം വന്നാലും പിടിച്ചു നിന്നോളും.
മറ്റുള്ളവരിലെ നല്ല ഗുണങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അവയുടെ പ്രഭാവം നമ്മിലും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരിലെ അവഗുണങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഭാവവും നമ്മിലുണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് കാണണമെന്ന് ചിന്തിക്കൂ. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വച്ച് തന്നെ നടക്കും.